ഹായ് ഗൈസ്, ബോട്ടക്സ് ആയതുകൊണ്ട് എന്റെ ചുരുണ്ടമുടിയൊക്കെ ഇപ്പൊ സ്മൂത്ത് ആയി നിൽക്കുന്നുണ്ട്. ആ പൊലിവിൽ ഉമ്മറം ചാരിന്നപ്പോൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഈ 3 പ്രാക്കളിന്റെ ചെറിയ അനിയന്റെ ഒരു പെണ്ണിനെ കണ്ടപ്പോ ഒരേ വർഗത്ത് പെട്ടാന്നില്ല തന്നെ മറന്നു. അമ്പലപ്രാവിന് വരെ എത്ര അഹങ്കാരം. ഇങ്ങനെയാണെങ്കിൽ എല്ലാത്തിന്റെ റേഷൻ ഞാൻ കട്ട് ചെയ്യും. അവഗണന അഹങ്കാരം അത് എനിക്ക് പറ്റും. അതുകൊണ്ട് എന്റെ BMW മേലെ ലക്ഷറി ആയിട്ട് റേഷനറി ഇട്ടാ കൊടുത്തു. മുതലാളിന്റെ ഏട്ടനൊരു ചെറ്റലാത്തോണ്ട് ചൊക്കെ ജീവിച്ചു പോകും. ഈ ട്രിമ്മർ കാറുമ്പിന്റെ കയ്യിനൊരു തരിപ്പ അതെടുത്ത് എന്തേലൊക്കെ കാട്ടിയില്ലേ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. ആ കയപ്പണ് മാറിക്കിട്ടി. അല്ലല്ലേ ഇടക്കൊക്കെ ഒരു ചേഞ്ച് ആണ്. അല്ലല്ല കൊമ്പം മീസ് വെച്ചായിരുന്നു എന്നെ നല്ല പ്രായം തോന്നിപ്പിക്കും. അങ്ങനെ ജംഗ്ഷൻ ഏത് ജംഗ്ഷൻ? സെദ്ദാം ജംഗ്ഷൻ. ഇപ്പൊ തന്നെ നല്ലൊരു ചിറാപ്പുഞ്ചിയുമായി പെയ്തു. അപ്പോൾ എന്റെ കർത്തവത്ത് കാലങ്ങൾക്ക് ശേഷം വള്ളം കണ്ടു. ആ മയത്താണ് മീൻ പിടിച്ചാൻ പോയാലോ എന്നൊരു പ്ലാറ്റ്. അങ്ങനെ മീൻ പിടിച്ചാലോ വലക്കും വേണ്ടി ഞങ്ങള് മുള തപ്പിറങ്ങി. അങ്ങനെ മുള തപ്പി നാട്ടിലൊരു കാട്ടിലെത്തി. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മുളയാണ് നമുക്ക് വേണ്ടി. നാട്ടിലത്തെ മുളമുറി എക്സ്പെർട്ട് നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിട്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി. നമ്മള് വിചാരിച്ച അങ്ങനത്തെ മുള നമ്മളെ കൈക്കിട്ടും. ഇനി ഇതുകൊണ്ടാണ് മീൻ പിടിച്ചാലോ വല സെറ്റാക്കും. അങ്ങനെ നമ്മളെ ഗില്ലിയിലെത്തി. ഈ ഹൈസ്കൂളിന്റെ അടുത്ത് വരുന്ന കുന്നുമ്മലാണ് നമ്മളെല്ലാരും പേരെ സ്ഥിതി. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ അധികം ഒച്ചടാൻ പറ്റും. അങ്ങനെ ഇവിടെ മീൻ വല സെറ്റ് ആയിക്കൊണ്ട് എല്ലാത്തിനും ഓൾറൗണ്ടർ ആയിട്ട് ഇവൻ തന്നെ വേണം. ഇന്നാലെ കാര്യങ്ങളൊക്കെ ചടപടയെ നടക്കും. അങ്ങനെ വല സെറ്റായി. പക്ഷെ നേരം വൈകുന്നേരമായി സമയം അതിക്രമിച്ചോണ്ട് മീൻ പിടുത്തം നമ്മൾ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഇപ്പൊ ഞാൻ ഏതായാലും മന്തി ആയിക്കണം. എന്നെ ജിം മാസ്റ്ററിനോട് പറഞ്ഞേ നല്ല ചിക്കൻ കുത്തിക്കയറ്റം. ആ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. നമ്മള് മാറ്റിച്ച മീൻ പിടുത്തം കാണുന്നോളൂ എന്നെ ഫോളോ ചെയ്തോളി. ഓക്കെ ബൈ.